ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ കണ്ടിരുന്നു. ഫ്രാൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് എത്തുന്നതിന് മുന്നുള്ള കുറച്ച് കാര്യങ്ങൾ വരെ കണ്ടിരുന്നു അല്ലേ. ചർച്ചിൻ്റെയും ക്ലർജീസിൻ്റെയും ഒക്കെ റൈറ്റിനെ പറ്റി അവർ എങ്ങനെയാണ് അവരുടെ ആ ഒരു പ്രിവിലേജസ് ഒക്കെ പോയതെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനിയും എങ്ങനെയാണ് ഫ്രാൻസ് ബിക്കമിങ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് ഫ്രാൻസ് എങ്ങനെയാണ് എത്തിയതെന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ നാഷണൽ അസംബ്ലി കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. വിച്ച് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തു? 1791 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദ നാഷണൽ അസംബ്ലി കംപ്ലീറ്റഡ് ഫ്രാൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1791. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്തൊന്ന് കംപ്ലീറ്റ് ആക്കിയത് ആ ഒരു ഇയറിലാണ്, 1791. ഓക്കെ, സോ അതിൻ്റെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് രാജാവിൻ്റെ പവേഴ്സിനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആയിട്ട് പവേഴ്സ് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ പവേഴ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ, ഒരാളിലേക്ക് വരുന്ന ഒരു പവറിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം പല ഒരു സബ് ഡിവിഷൻസ് ആയിട്ട് പവർ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഒരാളിലേക്ക് ഒരാളല്ല അവിടുത്തെ ഒരു എക്സ്ട്രീം ഹെഡായിട്ട് അവിടെ വരുന്നത്. ഇവിടെ പവർ എന്താണ്? സെപ്പറേറ്റഡ് ഹിയർ the constitutional monarchy with separated powers, legislative, executive and judicial. അങ്ങനെ ഒരു പവറിന്റെ സെപ്പറേഷൻ നമുക്ക് കാണാം. Okay, the constitution began with the declaration of the rights of man and citizen, proclaiming natural and inalienable rights including life, liberty, equality before law, freedom of speech and opinion. എന്തൊക്കെ ബേസിസിലായിരുന്നു ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഡ്രാഫ്റ്റ് ചെയ്തപ്പെട്ടത്? ഡിക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. ഇവിടെ ആയാലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ ആണുള്ളത്. ഇവിടെ ഒരാളുടെ കുറവുണ്ട്. അതിൻ്റെ പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രഗിളിനെ പറ്റിയൊക്കെ നമ്മൾ അടുത്ത വരുന്ന സെഷനിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, പ്രൊക്ലെയിമിംഗ് നാച്ചുറൽ ആൻഡ് ഇൻഎലിയനബിൾ റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് വേണം, എല്ലാവർക്കും ഇക്വാലിറ്റി വേണം, ആൻഡ് എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള റൈറ്റ് ഉണ്ട്. സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു റൈറ്റിനെയാണ് ബേസിക് ആയിട്ട് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒപ്പീനിയൻ ആൻഡ് സ്പീച്ച്. പിന്നെ അത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിനെ അതിനകത്ത് കുറച്ച് ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇനി എലക്ട് ചെയ്യപ്പെട്ടതെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റീഡറിനകത്ത് പേജ് നമ്പർ 10 ഒരു ഫിഗർ 7 എന്ന് പറയുന്ന ഒരു ടാബ്ലേറ്റഡ് കോളം ഉണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ആ ഒരു എലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നതെന്ന്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 ആ ഒരു നാഷണൽ അസംബ്ലിയിലേക്ക് എല്ലാ പവറും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു, വിച്ച് വാസ് ഇൻഡയറക്ട്ലി എലക്റ്റഡ്. ഈ ഒരു നാഷണൽ അസംബ്ലി എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെട്ടതെന്നാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. അതായത് സിറ്റിസൺസ്, ആൾക്കാരുണ്ടല്ലോ, ജനങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് ഗ്രൂപ്പ് ഓഫ് എലക്ടേഴ്സിന് വോട്ട് ചെയ്യും, കുറച്ച് ആൾക്കാരെ വോട്ട് ചെയ്യും. ഈ വോട്ട് ചെയ്യപ്പെട്ടവരായിരിക്കും അസംബ്ലിയിലേക്ക് ചൂസ് ചെയ്യുക. ഹു ഇൻ ടേൺ ചൂസ് ദ അസംബ്ലി. അവരായിരിക്കും ഈ അസംബ്ലിയെ ചൂസ് ചെയ്യുന്നത്. സിറ്റിസൺസ് ഉണ്ട്, ആ സിറ്റിസൺസ് കുറച്ച് ആൾക്കാരെ എലക്ട് ചെയ്യും, എലക്ടേഴ്സിനെ എലക്ട് ചെയ്യും. ആ എലക്ടേഴ്സ് ആയിരിക്കും പിന്നീട് എന്ത് ചൂസ് ചെയ്യുന്നത്? ഈ നാഷണൽ അസംബ്ലിയിലേക്കുള്ള ആൾക്കാരനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സിറ്റിസൺസ് എന്ന് ഉദ്ദേശിക്കുമ്പം എല്ലാ സിറ്റിസൺസിനും റൈറ്റ് ഉണ്ടോ? ഇല്ല, എല്ലാ സിറ്റിസൺസിനും റൈറ്റ് ഇല്ല. ഈ ഒരു വോട്ടിംഗ് ലിമിറ്റ്സ്, however the voting limits were limited. വോട്ടിംഗ് ലിമിറ്റ്സ് ലിമിറ്റഡ് ആയിരുന്നു. only men over 25 years who paid taxes equal to 3 days wages could vote. അത് അവരെ ആയിരുന്നു ഈ ആക്റ്റീവ് സിറ്റിസൺസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആർക്കായിരുന്നു വോട്ട്? ഈ എലക്ടേഴ്സിനെ വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് എല്ലാ സിറ്റിസൺസിനും ഇല്ലായിരുന്നു. എല്ലാ മെന്നും, only men ഓവർ 25 വയസ്സിന് അബോവ്, എല്ലാ 25 വയസ്സിന് മുകളിലുള്ള എല്ലാ ആണുങ്ങൾക്കും, അതും എങ്ങനെയുള്ള ആൾക്കാരാണ്? ടാക്സസ് ഈക്വൽ, ഇവര് ഇതത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഒരു വേജ് ഉണ്ടല്ലോ, വേജ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സോർട്ട് ഓഫ് മണി അല്ലെങ്കിൽ സാലറി എന്നൊക്കെ നമുക്ക് പറയാം. അവർക്ക് 3 ദിവസത്തേക്ക് അവർക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിന് ഈക്വൽ ആയിട്ട് ആരാണോ ടാക്സ് അടയ്ക്കുന്നത് അവർക്കായിരിക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ബേസിക്കലി. ഓക്കെ, അപ്പം നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേന് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എലക്ട് ചെയ്യാൻ എലക്ടേഴ്സ് ഉണ്ട്.
പക്ഷെ എല്ലാവർക്കും അങ്ങനെ എല്ലാ ആൾക്കാർക്കും അങ്ങനെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്? only men over 25 years who paid taxes equal to 3 days wages could only vote. അവരെയായിരുന്നു ഈ ആക്റ്റീവ് സിറ്റിസൺസ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആ ഒരു ടാബ്ലേറ്റഡ് കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗർ 7ൽ ദ പൊളിറ്റിക്കൽ സിസ്റ്റം അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 ഒരു കോളം കാണുന്നില്ലേ, ഒരു ടേബിൾ കാണുന്നില്ലേ? അതിനകത്ത് ആക്റ്റീവ് സിറ്റിസൺ, പാസീവ് സിറ്റിസൺ ആരൊക്കെയാണെന്നുണ്ട്. ആക്റ്റീവ് സിറ്റിസൺസ് ആരൊക്കെയാണ്? entitled to vote. entitled to vote എന്ന് വെച്ചാൽ അവർക്കാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. about 4 million of a population of 28 million, 28 മില്യൺ ആൾക്കാർക്ക് 4 മില്യൺ ആൾക്കാർ മാത്രമായിരുന്നു ആക്റ്റീവ് സിറ്റിസൺസ്. പാസീവ് സിറ്റിസൺസ് ആരാണ്? വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തവർക്ക്. about 3 million men, women, children and youth below 25 years old. Okay. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആര്? ആക്റ്റീവ് സിറ്റിസൺസ്. ഇവരായിരുന്നു ഈ സിറ്റിസൺസ് എന്ന കാറ്റഗറിയിൽ പെട്ടിട്ട് ഈ എലക്ടേഴ്സിനെ വോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ റിമൈനിങ് മെൻ ആൻഡ് വുമൻ വെർ ക്ലാസിഫൈഡ് ആസ് പാസീവ് സിറ്റിസൺസ്. Okay, women and poorer men were classified as passive citizens. To serve as an elector or assembly member required even higher tax payments, ensuring wealthy citizen controlled representations. അതായത് പണമുള്ള ആൾക്കാരാണോ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾ തരാം, അങ്ങനെ നിങ്ങളെ മാത്രമാണ് ഞങ്ങൾ സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മൂന്ന് ആൾക്കാരുടെ തുല്യമായിട്ട് ഒരു ഇപ്പം ആൾക്കാർ ഒരാൾ ചെയ്യുന്ന 3 ദിവസത്തേക്ക് ചെയ്യുന്ന തൊഴിലിന് കൊടുക്കുന്ന ശമ്പളത്തിന് ഈക്വൽ ആയിട്ടുള്ള ടാക്സസ് നിങ്ങൾക്ക് പേ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാം? ഒരു വോട്ടർ ആവാം. അല്ലെന്നുണ്ടെങ്കിൽ ഇല്ല, പറ്റില്ല. അങ്ങനെയുള്ള അല്ലാത്തവരൊക്കെ പാസീവ് സിറ്റിസൺസ് ആണ്. അവരെ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം to qualify as an elector, then as a member of the assembly, a man had to belong to the highest bracket of taxpayers. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ പെടുന്നവരാണെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. Okay. Then the constitution began with the declaration of rights of man and citizen. ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇനി എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷനെ. ഇപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് റിലീജിയനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമുക്ക് സോവറിനിറ്റി, അങ്ങനെ കുറേ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, വിച്ച് ഇസ് ബേസ്ഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുറച്ച് പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ്. ഫാക്ടർ നമ്പർ 1 അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നമ്പർ 1 എന്ന് പറയുന്നത് men are born free and equal in rights. എല്ലാ ആൾക്കാർക്കും ഈക്വൽ റൈറ്റ്. ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു oppression are natural rights. Sovereignty resides in the nation. Authority comes from the people. All citizens are equal before the law. Freedom of speech, writing and printing guaranteed. Okay. അപ്പം ഈ ഒരു കുറച്ച് പോയിന്റ് റീഡറിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു സമ്മറി രീതിയിലേ കൊടുത്തിട്ടുള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അധികാരം. ഫ്രീഡം ഓഫ് സ്പീച്ച്, തൻ്റെ ആവശ്യങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ ഒപ്പീനിയൻസും പറയാനുള്ള റൈറ്റ്. ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് സ്പീച്ച്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ ഉള്ള ഒരു ഇക്വാലിറ്റി, എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ. പിന്നെന്താണ്? വേർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് നാച്ചുറൽ ഇൻഏലിയനബിൾ റൈറ്റ്സ്. ഇൻഏലിയനബിൾ റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കും അത് നിങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, ആർക്കും നിങ്ങളിൽ നിന്ന് അത് തട്ടിപ്പറിക്കാൻ കഴിയില്ല. ഓക്കെ. ദാറ്റ് ഇസ് ദേ ബിലോങ് ടു ഈച്ച് ഹ്യൂമൻ ബീങ് ബൈ ബർത്ത്. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു റൈറ്റോടെയാണ് അവർ ജനിക്കുന്നത്. ഓക്കെ. ദെൻ കുഡ് നോട്ട് ബി ടേക്കൺ അവേ, അവരിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ഈച്ച് സിറ്റിസൺസ് നാച്ചുറൽ റൈറ്റ്. ഇത് ആരുടെ കടമയാണ്? ഈ ഒരു കുറച്ച് ബേസിക് ഫാക്ടേഴ്സിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ ബേസിക് കടമയാണ്? സ്റ്റേറ്റിന്റെ കടമയാണ്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്ലർജീസിന്റെയും നോബിൾസിന്റെ ഒക്കെ റൈറ്റിന് പോയതും ഈ ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഒക്കെ കണ്ടിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ഫ്രാൻസ്. അതായത് ഫ്രാൻസ് എങ്ങനെയാണ് അവസാനം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഈ നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നത്, ഈ നാഷണൽ അസംബ്ലിനെ എലക്ട് ചെയ്യാൻ ആർക്കൊക്കെ കഴിവുണ്ട്, ആർക്കൊക്കെ കഴിവില്ല, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി
monarchy-നെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ പഠിച്ചു. അപ്പം ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ സിമ്പിൾസും അതുപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടിലേക്ക്, അതായത് ഫൈനൽ ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് പോവാണ്. ഫ്രാൻസ് അബോളിഷസ് മൊണാർക്കി ആൻഡ് ബിക്കംസ് എ റിപ്പബ്ലിക് എന്നുള്ള ഒരു സെഷനിലും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് വുമൺ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ റൈറ്റ് ഓഫ് ദ മെൻ ആൻഡ് സിറ്റിസൺസ് ആണെന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, ഇവിടെ വുമന്റെ കുറവുണ്ട് അല്ലെ, ഇവിടെ ഒരാളുടെ കുറവുണ്ട്. അപ്പം അവരെങ്ങനെയാണ് അതിനെതിരെ സ്ട്രഗിൾ ചെയ്തത്. പിന്നെ അവസാനം ഈ ഒരു സ്ലേവറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് എൻഡ് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ആൾക്കാരുടെ എവറിഡേ ലൈഫ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പാർട്ടിലുള്ള വീഡിയോ. അപ്പം ഇതാണ് ഇന്നത്തേക്കുള്ള വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ഏർപ്പെടുക. Thank you.